എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ടോപ്പിക് പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റി ഫോർ ഇക്കണോമിക് സ്റ്റെബിലിറ്റിനെ പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈനാൻസ് മിനിസ്റ്റർ അതിനെപ്പറ്റി ഒരു വിസ്താരത്തിൽ ഷീ ഹാസ് ലേഡ് ഔട്ട് ഹർ തോട്ട്സ്. ആൻഡ് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ represents not only economic leadership, ഇവിടെ എല്ലാവർക്കും അറിയാലോ ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ഡിഫൻസ് മിനിസ്റ്റർ, ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ഫൈനാൻസ് മിനിസ്റ്ററായി. She has set new standards and certainly raised the bar not just for women but also for men. So I am deeply grateful for her presence here today. ഈ ടോപ്പിക്കിൽ വളരെ ഒരു പൊളിറ്റിക്കൽ മീനിങ് ഉണ്ട്. പൊളിറ്റിക്കൽ കോണ്ടിന്യൂറ്റി ഫോർ ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ കുറെ കാലമായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ പോളിറ്റിക്സും ഇക്കണോമിക്സും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ഇക്കണോമിക്സ് ഒരു ബിസിനസ് മാൻ ക്യാപിറ്റലിസ്റ്റ് ഇഷ്യൂ ആണ്. അതിൻ്റെയും പോളിറ്റിക്സിൻ്റെ എന്താണ് കണക്ഷൻ? അത് നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി അതിനൊരു കോറിലേഷനോ അതിനൊരു ഒരേ സമാനത്തിലൊരു അതിൻ്റെ ഡിസ്കഷൻ 10-60 കൊല്ലമായിട്ട് അങ്ങനെ ഒരു കോറിലേഷൻ ആരും കണ്ടില്ല. ഈ രണ്ട് ഇവിടുത്തെ പാർട്ടി അതിനെ കാണാൻ സമ്മതിച്ചതുമില്ല. ആക്ച്വലി ഈ ഇലക്ഷൻ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ പോയിന്റ്, നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് ഈ ഇലക്ഷന് ചെയ്യുന്നത്, എന്ത് ബേസിസിലാണ് വൺ ഓവർ ദി അതർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ട്രഡീഷണലി പ്രസംഗിക്കുന്ന കേപ്പബിലിറ്റി, ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന കേപ്പബിലിറ്റി, അതെല്ലാം ആയിരുന്നു. അതിപ്പോ നമ്മളെ ലെഫ്റ്റിലും കോൺഗ്രസിലും കുറെ പ്രസംഗിക്കുന്ന വലിയ വലിയ ടാലന്റഡ് ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കണ്ടതാണ്. ബട്ട് അവരെല്ലാം 65 കൊല്ലം 70 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രസംഗിച്ചു, പുസ്തകം എഴുതി, ഡിക്ഷണറി വായിച്ചു, ഗ്ലോബൽ ട്രാവലറായി. ബട്ട് നമ്മൾ ഈ സബ്സ്റ്റാൻറ്റീവ് ഇഷ്യൂവിൽ പോകുമ്പോൾ, ഞാൻ എന്നോട് ആരോ ഒരു ആഴ്ച മുമ്പേ ചോദിച്ചു, ഇതെന്താണ് ഇലക്ഷന്റെ മെയിൻ ഇഷ്യൂ? Is it between you and X or you and Y? അപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഇതിനെപ്പറ്റി വിചാരിച്ചത്. ആക്ച്വലി നമ്മളൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നോക്കിയാൽ ഈ ഇലക്ഷൻ ഇവിടെ ഒരു ത്രികോണ മത്സരമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് കാൻഡിഡേറ്റ് ഉണ്ട്, കോൺഗ്രസ് കാൻഡിഡേറ്റ് ഉണ്ട്, ഒരു NDA BJP കാൻഡിഡേറ്റ് ഉണ്ട്. ഈ മൂന്ന് പാർട്ടീസും വേറെ വേറെ ടൈമിൽ അവർ അവനെ ഗവൺ ചെയ്യാൻ ജനങ്ങൾ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. 2004 മുതൽ 2014 വരെ കോൺഗ്രസിന് ഇന്ത്യയിലെ ജനങ്ങൾ ഒരു 10 കൊല്ലം അവർക്കൊരു ചാൻസ് കൊടുത്തു. അവര് എവിടുന്ന് ഇന്ത്യനെ സ്റ്റാർട്ട് ചെയ്തു, എവിടെ എത്തിപ്പിച്ചു, അതെല്ലാവർക്കും അറിയാം. ഞാനപ്പോ ഡീറ്റെയിൽസിൽ പോകുന്നില്ല. അടൽ ബിഹാരി വാജ്പേയി 8% ഇക്കോണമി വിട്ട ഇക്കോണമി അവര് 5.4 വരെ എത്തിപ്പിച്ചു, അവിടെ വിട്ടു. കറപ്ഷൻ, സ്കാംസ്, അത് വേറെ ഇഷ്യൂ. നരേന്ദ്രമോദിജി 2014 2024 വരെ ജനങ്ങൾ അദ്ദേഹത്തിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അദ്ദേഹം ആ ഓപ്പർച്യൂണിറ്റി കൊണ്ട് എന്ത് ചെയ്തു? എങ്ങോട്ടോ ഇന്ത്യനെ കൊണ്ടുപോയി. അതിന്റെ റിപ്പോർട്ട് കാർഡ് ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ. ഇവിടുത്തെ ജനങ്ങൾ സംസ്ഥാന സർക്കാരിന് 8 കൊല്ലമായിട്ട് 2016 മുതൽ 2024 വരെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അവരെന്താ ചെയ്തിരിക്കുന്നത്? ഇന്ന് ശമ്പളവും പെൻഷന് കടം വാങ്ങിയിട്ടാണ് ശമ്പളം പെൻഷൻ കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, തൊഴിലില്ല, ഗ്രോത്ത് ഇല്ല. അപ്പോൾ ഈ ഇക്കണോമിക് ഗ്രോത്തും ഇക്കണോമിക് സ്റ്റെബിലിറ്റിയും ഇന്നത്തെ ഈ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് എല്ലാം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇക്കണോമിക് സ്റ്റെബിലിറ്റി വരുന്നത് എങ്ങനെയാണ്? ഇക്കണോമിക് ഗ്രോത്ത് വരുന്നത് എങ്ങനെയാണ്?
നമ്മളിപ്പോൾ 75 years ഇക്കണോമിക് ഹിസ്റ്ററി വായിച്ചാൽ സ്ട്രോങ് ലീഡർഷിപ്പിന്റെ ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ട് സ്ട്രോങ് ഇക്കണോമിക് ഗ്രോത്ത്. അടൽ ബിഹാരി വാജ്പേയി ആവുമ്പോൾ അദ്ദേഹം ഒരു കോalition ഗവൺമെന്റ് ആയിരുന്നു, അതിന്റെ ഹെഡായിരുന്നു. he made the economy grow 8% despite sanctions at the end. അത് കഴിഞ്ഞ ഒരു കോalition വന്നു. അത് ആരുടെ കോalition ആയിരുന്നു? ലെഫ്റ്റ് ഉണ്ടായിരുന്നു, അതിന്റെ മിഡിൽ ഉണ്ടായിരുന്നു, മുകളുണ്ടായിരുന്നു, താഴെ ഉണ്ടായിരുന്നു. ഒരു 10 കൊല്ലം ആ കോalition നടന്നു. അവരുടെ പുൾസ് ആൻഡ് പുഷസ് എല്ലാം അതിന്റെ ഏറ്റവും വലിയ കോൺസിക്വൻസ് എന്തായിരുന്നു? ഇക്കോണമി, ബാങ്കിങ് സെക്ടർ, NPS. So weak government, weak leadership directly creates weak economies. Weak economy in the correlation, weak investments, weak തൊഴിൽ creation. അത് കഴിഞ്ഞിട്ട് നരേന്ദ്ര മോദിജി വന്നു. Very decisive, very clear vision, long-term vision for India. ഇന്ത്യൻ ഒരു ഡെവലപ്ഡ് കൺട്രി ആക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ ദിവസം മുതൽ അദ്ദേഹത്തിന് ഒരു അണ്ടർലൈനിങ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നു? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് he has transformed the economy into the fastest growing economy in the world and the most sought after economy in the world for investments in the coming years. അതുകൊണ്ട് ഈ സ്ട്രോങ് ലീഡർഷിപ്പ്, strong political continuity in the direct correlation under economic growth, investments and job creation. ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കുറെ ഡേറ്റ ഉണ്ട്, ഫാക്ട്സ് ഉണ്ട്, അതും ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല. ബട്ട് അതിന്റെ ഒരു ഇൻവേഴ്സ് കോറിലേഷൻ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ 10 കൊല്ലത്തിൽ നമ്മൾ കണ്ടു ഇന്ത്യ എങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇന്ത്യയിലെ ജോബ് ക്രിയേഷൻ, ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ്. തിരുവനന്തപുരത്ത് നിന്ന് 500 കിലോമീറ്റർ ദൂരെ ചെന്നൈയിൽ ഏറ്റവും വലിയ ആപ്പിളിന്റെ ഫോൺ ഫാക്ടറീസ് വരുന്നു. ചൈനയിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഫാക്ടറീസ് എല്ലാം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് 500 കിലോമീറ്റർ ദൂരെ ഫാക്ടറി, 600 കിലോമീറ്റർ ദൂരെ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ ഫാക്ടറി വരുന്നു. ഇവിടെ വരുന്നില്ല. തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് 96-97 ഞാൻ ഇവിടെ വന്ന് സെല്ലുലർ നെറ്റ്വർക്ക് തുടങ്ങുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ആയിരുന്നു ടെക്നോളജിയും ടെക്നോ പാർക്കിന്റെ പയനിയർ. പൊളിറ്റിക്കൽ വിഷൻ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമിയിൽ തിരുവനന്തപുരം, ഞാൻ ഇല്ല എന്നെല്ലാം പറയുന്നത്, ഫോളിൻ ബിഹൈൻഡ്. 12ാം നമ്പർ, 14ാം നമ്പർ, 18ാം നമ്പറിൽ. എന്തുകൊണ്ട്? അതേമാതിരി ഈ കോവിഡ് കഴിഞ്ഞിട്ട് പോസ്റ്റ് കോവിഡിൽ ഏറ്റവും വലിയ വാല്യുബിൾ ഹൈ ഗ്രോത്ത് സെഗ്മെന്റ് ആണ് വെൽനസ് ടൂറിസം. അതിന്റെ ഒറിജിൻ എവിടെയാ? ഒറിജിനൽ ക്രിയേറ്റർ ആരാണ്? തിരുവനന്തപുരം. 90s നമ്മൾ കണ്ടതല്ലേ. ഇന്ന് ഗ്ലോബൽ വിസിറ്റേഴ്സ് ആരും വരുന്നില്ല. അതൊരു പൊളിറ്റിക്കൽ ലാക്ക് ഓഫ് വിഷന്റെ ഡയറക്റ്റ് കോൺസിക്വൻസ് ആണ്. അതുകൊണ്ട് ഈ ടോപ്പിക് പൊളിറ്റിക്കൽ കണ്ടിന്യൂറ്റി ഫോർ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇത് രണ്ടും ഒരു കോസ് ആൻഡ് ആക്ഷൻ, കോസ് ആൻഡ് ഇഫക്റ്റ് ആണ്. നല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ലോകത്തിൽ, ഇന്നത്തെ ഒരു ഈ ഫ്രെയിംവർക്കിൽ അതിന്റെ ഇക്കണോമിക് ഇമ്പാക്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ക്യാമ്പയിൻ, ഞങ്ങൾ നടത്തുന്ന ക്യാമ്പയിന് കേരളയിലെ എല്ലാ 20 കാൻഡിഡേറ്റ്സും, BJP NDA കാൻഡിഡേറ്റ്സും, ഞങ്ങൾ വികസനം, പുരോഗതി, ഇൻവെസ്റ്റ്മെന്റ്സ്, തൊഴിൽ, ഇതിനെപ്പറ്റിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം, കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാട് മാത്രം ഇങ്ങനെ കാൾ മാർക്സും വേറെ ഐഡിയോളജിയും പഠിച്ച് വേറൊരു ഡയറക്ഷനിൽ പോയി വേണ്ടാതെ ഒരു രാഷ്ട്രം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ യൂത്തിന് അതല്ല വേണ്ടത്. നമുക്ക് മുമ്പോട്ട് പോകണം. നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാവുന്ന പുരോഗതിയും വികസനവും ഇൻവെസ്റ്റ്മെന്റ്സും തൊഴിൽ ഇവിടെയും ക്രിയേറ്റ് ആവണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ വിഷൻ, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. എന്നോട് മിന്നാന്ന് ആര് പറഞ്ഞു ഞാനൊരു ഔട്ട്സൈഡറാണ്, ഇതൊരു പുതിയ, ഐ ഹാവ് ബീൻ അക്യൂസ്ഡ് ഓഫ് മെനി തിങ്സ്, ഇതൊരു പുതിയൊരു ടൈറ്റിലാണ്. അപ്പൊ എന്റെ റെസ്പോൺസ്, അതെ, ഞാൻ ഒരു ഔട്ട്സൈഡറാണ്.
ഞാൻ ഒരു പൊളിറ്റിക്കൽ ഔട്ട്സൈഡറാണ്. ഇവരുടെ ഈ രണ്ട് പാർട്ടീന്റെ രാഷ്ട്രത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു പുതിയ രാഷ്ട്രം കൊണ്ടുവരുന്ന നരേന്ദ്രമോദിജിന്റെ ഒരു പുരോഗതി, വികസനം, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ് രാഷ്ട്രം കൊണ്ടുവരുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു ഔട്ട്സൈഡർ കാൻഡിഡേറ്റ് ആണെന്ന് കരുതിയാൽ മതി. ഞാൻ അതാണ് റിപ്ലൈ കൊടുത്തത്. സോ ഇൻ മെനി വേസ് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത് തിരുവനന്തപുരം, കേരളയിൽ കുറെ ചെയ്യാനുണ്ട്, മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറെ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ അൺലോക്ക് ചെയ്യാനും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും താല്പര്യമുണ്ട്, അതിന് കഴിവുണ്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്തിന് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ പാർലമെന്റിലും ഗവൺമെന്റിലും ഉണ്ടായാൽ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഇൻക്രീസ് ആവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.